ഇത് ഡോക്ടർ GPC നായർ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രഖ്യാതമായ നാമം. സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തെ കർമ്മധീരനായ ഇദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവയ്പും ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയും പ്രൊഫഷണലിസത്തിൻ്റെ പ്രകടമായ ഔന്നത്യം. വിജയതൃഷ്ണയാണ് ശ്രീമാൻ നായരുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് ഏറ്റുവാങ്ങി ഒരു ദിനം ആരംഭിക്കുമ്പോൾ അതിനർത്ഥവത്തായ വ്യാഖ്യാനങ്ങൾ നൽകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഒരു വേള ശ്രീമാൻ GPC നായർ തൻ്റെ ബാല്യത്തിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഓർമ്മയുടെ ആ നാട്ടുവഴികൾ താണ്ടി അദ്ദേഹം തേവന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എത്തുന്നത്. കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ഈ സുന്ദര ഗ്രാമത്തിലാണ് ശ്രീമാൻ നായർ തൻ്റെ ബാല്യം ചെലവഴിച്ചത്. കണ്ണങ്കര എന്ന ഈ തറവാട്ട് വീട്ടിൽ ചെലവഴിച്ച നാളുകൾ ഇന്നലത്തെ പോലെ ഓർത്തെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിയും. തേവന്നൂർ ഗ്രാമത്തിലെ ഏക പ്രൈമറി സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്ന ഗോപാലൻ ഉണ്ണിത്താൻ്റെയും ഭാര്യ ലക്ഷ്മി അമ്മയുടെയും 3 ആൺമക്കളിൽ നിന്ന് ശ്രീമാൻ GPC നായർ വേർതിരിക്കുന്ന ഘടകം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനയാണ്. ഇപ്പോൾ ക്രമാനുഗതമായി ചലിക്കുന്ന വിരൽത്തുമ്പിൽ ലോകത്തിൻ്റെ ഗതിവിഗതികൾ കൂട്ടിയിണക്കി വരാനിരിക്കുന്ന ഒരു നന്മ ഗണിച്ചെടുക്കുന്ന സൂക്ഷ്മബുദ്ധി. ചിന്തയ്ക്ക് ചിറകമുളയ്ക്കുന്നത് ഇവിടെ നിന്നാണ്. പക്ഷേ ശ്രീമാൻ GPC നായർ ഇത്തരം അവസരങ്ങളിൽ ശാന്തചിത്തനാകും. ആരെയും വിസ്മയിപ്പിക്കുന്ന ലാഘവത്തോടെ ദൂരദർശൻ്റെ പരിപാടികൾ ആസ്വദിച്ചിരിക്കുന്ന ഇദ്ദേഹത്തെ കാണുമ്പോൾ തിരക്കുകളിൽ നിന്ന് ഇദ്ദേഹം എത്ര പെട്ടെന്നാണ് ഏകാന്തതയിലേക്ക് ചുവടുമാറുന്നത് എന്ന് തോന്നിപ്പോകും. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നാട്ടറിവിൽ നിന്ന് കിട്ടുന്ന പുതിയ ചിന്തകളെ സമന്വയിപ്പിക്കാൻ അല്പനേരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. സാർ, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? വിദ്യാഭ്യാസമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത് തന്നെ ഒരു അധ്യാപകനായിട്ടാണ്. ബിരുദമെടുത്തതിന് ശേഷം ആദ്യം കുറച്ച് നാൾ ഒരു മാസത്തോളം ഒരു ഹൈസ്കൂളിലും അത് കഴിഞ്ഞ് 7 മാസം ഒരു കോളേജിലും അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു വിദ്യാഭ്യാസത്തിനായിട്ട് ഞാൻ നാഗ്പൂരിലേക്ക് പോയത്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു ബിരുദ പഠനം. നാഗ്പൂരിൽ പോയിട്ടൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പത്രപ്രവർത്തനത്തിലും പബ്ലിക് റിലേഷൻസിലും ഇടയ്ക്കുണ്ടായി. ആ ബിരുദമെടുത്ത ശേഷം കുറച്ച് നാൾ ഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകനായിട്ട് തന്നെ ജോലി ചെയ്തു. അപ്പോൾ ഡൽഹി ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ തിരുവനന്തപുരത്ത് സ്റ്റേറ്റിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫർമേഷൻ ഓഫീസറായിട്ടൊരു ജോലി കിട്ടി. മറ്റ് വിട്ടിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ ഇരിക്കുമ്പോൾ TCCയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് നിയമനം കിട്ടി. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചി വന്നു കഴിഞ്ഞിട്ട് ആ കാലത്താണ് ഭാരതവിദ്യാഭവൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ ജേർണലിസം പബ്ലിക് റിലേഷൻസും കോഴ്സുകളുണ്ടായിരുന്നു. അതിൻ്റെ സ്ഥിരം അധ്യാപകനായിരുന്നു ഞാൻ. അവിടെ കൊച്ചി വന്നതിന് ശേഷം ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ചേർന്നിട്ട് ഞാൻ ഒരു PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെൻ്ററായിരുന്നു കൊച്ചി. അത് 3 കൊല്ലം കൊണ്ട് MBAക്ക് തുല്യമായിട്ടുള്ള ഡിപ്ലോമയാണ്. എങ്കിലും അത് ഡിഗ്രി അല്ലാത്തതുകൊണ്ട് അതിനുശേഷം ഇവിടെ കൊച്ചി യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ MBA തുടങ്ങി. വീണ്ടും ഞാൻ അതിൽ ചേർന്നിട്ട് MBA പാസ്സായി. MBA എന്നിട്ട് TCCയിലേക്ക് തന്നെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ അഖിലേന്ത്യാ പബ്ലിക് റിലേഷൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നൊരു സംഘടനയുണ്ട്. അതിൽ ഞാൻ ആക്റ്റീവ് മെമ്പറായിരുന്നു. എൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിലിലൊക്കെ അംഗമായിരുന്നു. അന്ന് പബ്ലിക് റിലേഷൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് 8 ചാപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. ഡൽഹി, കൽക്കട്ട, ബോംബെ, മദ്രാസ്, ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ട് ഈ 8 ചാപ്റ്ററുകളിലും തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ആരും തുടങ്ങിയില്ല. ഞാൻ തയ്യാറാക്കിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കേരളം തുടങ്ങും എന്ന് വിചാരിച്ച് കേരള ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ആദ്യം ആരംഭിച്ചു. അങ്ങനെയാണ് സ്വന്തമായ വിദ്യാഭ്യാസ പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിക്കാനുള്ള കാരണം അതാണ്. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല റെസ്പോൺസായിരുന്നു. ഒരുപാട് കുട്ടികൾ ചേർന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അന്ന് കാരണം ജോലി ചെയ്യുന്നുണ്ട്. TCCയിൽ ഞാൻ ജോലി ആയിരുന്നു. എൻ്റെ കൂടെ സുഹൃത്തുക്കളായിട്ടായിരുന്ന എല്ലാം ഓരോ കമ്പനികളിൽ ജോലിയുള്ളവരായിരുന്നു. അപ്പോൾ ഈ റെഗുലറായിട്ട് നടത്താൻ പറ്റാതെ വന്നു. അങ്ങനെ ഞങ്ങളത് കറസ്പോണ്ടൻസായിട്ട് മാറ്റിയിട്ട്
അഡ്വർടൈസ് ചെയ്തു. അഡ്വർടൈസ്മെൻറ്റ് ചെയ്തില്ല, ന്യൂസ് കൊടുത്തു പത്രങ്ങളിൽ, അത്രയേ ഉള്ളൂ. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് 2000-3000 പേര് ആണ് അതിന് ചേർന്നത്. വളരെ ഭംഗിയായിട്ടത് മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് കേരള ഗവൺമെൻറ് അതിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം തന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രൈവറ്റ് ഏജൻസി നടത്തുന്ന ഡിപ്ലോമ പ്രോഗ്രാംസിന് അംഗീകാരം കൊടുക്കുന്ന ആദ്യമായിട്ട് കേരളത്തിലാണ്. അത് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനാണ്. ആദ്യത്തെ ശാസ്ത്രീയ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണിത്. പിന്നെ എയ്ഡും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഞങ്ങൾ നടത്തിയതാണ്. അത് 94 പേര് നടത്തി. പക്ഷേ 90 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ആസ്ഥാനമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനൊരു സ്ഥലം വാങ്ങി കെട്ടിടം വയ്ക്കുകയൊക്കെ ചെയ്തു. 91 നമ്മുടെ എക്കണോമി ലിബറലൈസ് ചെയ്തു. നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ രാജ്യം തന്നെ പുറത്തുള്ള വ്യവസായങ്ങൾക്ക് കടന്നു വരാനും നമ്മുടെ ആളുകൾക്ക് പുറത്തേക്ക് പോകാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി. ലിബറലൈസേഷൻ ഉണ്ടായത് ഈ ടാരിഫെല്ലാം എടുത്തു കളഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ടാരിഫ് എടുത്തു കളഞ്ഞു. അപ്പോൾ പുറത്തുള്ള സാധനങ്ങൾ ഇവിടേക്ക് വരാനും ഇവിടുത്തെ പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ സുഗമമായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു വലിയ വിപ്ലവത്തിന്, എക്കണോമിക് വിപ്ലവത്തിന് കാരണമായി ഭവിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് മാൻ ചെയ്യാനുള്ള ആളുകൾ വേണം, മാനേജേഴ്സ് വേണം. അത് അന്ന് ഇന്ത്യയിലില്ല. അന്ന് ആകപ്പാടെ 30 ബിസിനസ് സ്കൂളുകൾ അന്നുള്ളൂ. ഈ 30 ബിസിനസ് സ്കൂളിൽ വിചാരിച്ചാൽ യാതൊരു കാരണവശാലും വേണ്ട മാൻ പവർ സപ്ലൈ ചെയ്യാനൊക്കില്ല. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ വിളിച്ചൊരു ബിസിനസ് സ്കൂൾ തുടങ്ങണം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ആദ്യമായിട്ട് ബിസിനസ് സ്കൂൾ ആരംഭിക്കുന്നത് 91. അതിന് 94 ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് AICTE എന്ന് പറയും. അവരുടെ അംഗീകാരവും ലഭിച്ചു. ഇതെന്ത് ചെയ്യുമ്പോഴും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ ഭംഗിയായിട്ടല്ലാതെ മോശമായിട്ട് ഒരു പരിപാടിയും ചെയ്യില്ലായിരുന്നു. വളരെ മെറ്റിക്കുലസായിട്ട് എങ്ങനെ വിദ്യാഭ്യാസം നടത്തണമോ അതിൻ്റെ മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നടത്തിയിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെ PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തുടങ്ങി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഒരു ഡിഗ്രി തുടങ്ങണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വേണം, ഗവൺമെൻറ് അംഗീകാരം വേണം. അപ്പോൾ അതൊന്നും അന്ന് കൊടുക്കില്ല. ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് അങ്ങനെ അംഗീകാരം കൊടുത്തു. എന്തെങ്കിലും ഒരു സംഘടനയുടെ ബലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ഒക്കുള്ളൂ. അതൊന്നും ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഈ PG ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി വേണ്ട, ഗവൺമെൻറ്റും വേണ്ട. അങ്ങനെ PG ഡിപ്ലോമയ്ക്ക് അപേക്ഷിച്ചു. അത് AICTE അംഗീകരിച്ചു. അത് കേരളത്തിൽ ആദ്യമായിട്ട്, തെക്കേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തുടങ്ങിയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ SEMS PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എന്ന പ്രോഗ്രാം തുടങ്ങിക്കൊണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് IT-യുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്ന ശ്രീമാൻ നായരുടെ അഭിപ്രായത്തിൽ ഭാവിയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയെ കണ്ടെത്തുക പ്രയാസമായിരിക്കും. നമ്മുടെ പ്രവർത്തന മേഖല ആകെ നിയന്ത്രിക്കപ്പെടുന്നത് IT സെക്ടറിലൂടെ ആയിരിക്കും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റം വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പും തയ്യാറായത് ശുഭസൂചകമായി ഇദ്ദേഹം വിലയിരുത്തുന്നു. IT മേഖലയുടെ വളർച്ച കാണുമ്പോൾ തൻ്റെ ബാല്യത്തിലെ വിദൂര സ്വപ്നത്തിൽ എവിടെയോ കോറിയിട്ടിരുന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമായതിൻ്റെ ചാരിതാർത്ഥ്യം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു കാണുന്നു. ഒരു ദീർഘദൃഷ്ടിയുടെ അകംപൊരുൾ അനുഭവിച്ചറിയുകയാണ് ഇദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റത്തിന് അങ്ങ് വഴിതെളിച്ചിട്ടുണ്ട്. ഇനി ഈ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റികളും അഫിലിയേറ്റഡ് കോളേജുകളും. ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം നിലനിർത്താനും ഗുണമേന്മ ഉറപ്പുവരുത്താനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. പക്ഷേ അതിനവർക്ക് സമയമില്ല. ഇവിടെ ഒരു MG യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ 286 കോളേജാണ് അവരോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. 286 കോളേജുകളിൽ 10,75,000 പരീക്ഷ ഉണ്ട് ഒരു കൊല്ലം. അപ്പോൾ അതിൻ്റെ അത്രയും പേപ്പറുകൾ ഇവാലുവേറ്റ് ചെയ്യണം, അതിൻ്റെ മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യണം, അതിൻ്റെ ഡിഗ്രി കൊടുക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ജോലിയാണ്. അതിനുള്ള യാതൊരു എക്യുപ്മെൻറ്റും ഈ യൂണിവേഴ്സിറ്റിക്കില്ല, മാൻ പവറും ഇല്ല, ഫെസിലിറ്റീസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ കാതലായ ജോലി എന്താണോ അത് ചെയ്യാൻ യൂണിവേഴ്സിറ്റി കഴിയുന്നില്ല. അതാണ് ഏറ്റവും ദൗർഭാഗ്യമായ കാര്യം.
ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 100 യൂണിവേഴ്സിറ്റിയെങ്കിലും വേണം. അത്രയധികം കോളേജുണ്ട് ഇവിടെ. ഒരു 25-30 കോളേജിൽ കൂടുതൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഒക്കില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂട്ടണം. അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ തന്നെ കേരള ഗവൺമെൻറ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? 7 ഗവൺമെൻറ് കോളേജുകളെ നോക്കാനായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി. ബാക്കി എല്ലാ സ്റ്റേറ്റിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസും എഞ്ചിനീയറിംഗ് കോളേജുകളും മാനേജ്മെൻറ്റ് സ്കൂളുകളും എല്ലാം അതിലാണ് അഫിലിയേറ്റ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ 4 ടെക്നോളജി യൂണിവേഴ്സിറ്റി ഉണ്ട്. കർണാടകയിലാണെങ്കിൽ 2 ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഒന്നിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. 7 കോളേജിനാണ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദീർഘകാലം അങ്ങ് സ്വാശ്രയ കോളേജിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒരു സ്വാശ്രയ കോളേജിന് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ കോളേജുകൾക്കും ആ കോളേജിൻ്റെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഈ സ്വാശ്രയ കോളേജിനെ പറ്റി മാത്രമേ ഉള്ളൂ നാട്ടുകാർക്കും സർക്കാരിനും ഒക്കെ പരാതി. സർക്കാർ സ്ഥാപനങ്ങളെ പറ്റി പോയി നോക്കണം. സർക്കാർ സ്ഥാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കും. അതിൻ്റെ കാരണം എന്താ അറിയോ? സ്വാശ്രയ പ്രസ്ഥാനം എന്ന് പറഞ്ഞതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അതിൻ്റെ ഗുണമേന്മയില്ല. മോശമായിട്ട് നടത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ ചേരത്തില്ല. ആ ഗവൺമെൻറ് പോലും ഞാൻ കുട്ടികളെ അയക്കത്തില്ല മോശമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഓർഗനൈസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിലാണ് നടത്താൻ ശ്രമിക്കുന്നത്. ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ യോഗ്യതയുള്ള ഫാക്കൽറ്റി ഇല്ല. എഞ്ചിനീയറിംഗ് കോളേജുകൾ സഡനായിട്ടൊരു ദിവസം വന്നതാണ്. 4 കൊല്ലം കൊണ്ടാണ് 107 കോളേജ് വന്നത്, 5-6 കൊല്ലം കൊണ്ട്. അപ്പോൾ അതിനനുസരണമായിട്ട് ഫാക്കൽറ്റി വികസനം ഉണ്ടായില്ല. അങ്ങനൊരു അപാകത ഈ സ്വാശ്രയ പ്രസ്ഥാനത്തിനുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അത് മാറും. അപ്പോഴത്തേക്ക് യോഗ്യതയുള്ള അധ്യാപകർ ധാരാളം കിട്ടും. അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് കേരളത്തിലെ സ്വാശ്രയ മേഖലയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ലായിരിക്കും. എന്തുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്? പ്രധാന കാര്യം, ഇവിടെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ മലയാളമാണ് കോളേജുകളിൽ MA-ക്കാണെങ്കിൽ പോലും പഠിപ്പിക്കുന്നത്. എഞ്ചിനീയറിംഗ് പോലും മലയാളത്തിൽ പഠിക്കുന്ന സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത്. കാരണം കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു സിറ്റുവേഷനുണ്ട്. കാരണം സ്കൂളിൽ ഇംഗ്ലീഷിൻ്റെ ലെവൽ മോശമാണ്, കോളേജ് വന്നാലും മോശമാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിച്ച് തരും. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കും. മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ട് ഇടപെടണമെങ്കിലും ഒന്നിച്ച് താമസിക്കണമെങ്കിലും ആഹാരം കഴിക്കണമെങ്കിൽ പോലും ഇംഗ്ലീഷ് അറിയണം. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പല പേരൻസും കാണുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇംഗ്ലീഷ് കോൺവെർസേഷണൽ എബിലിറ്റി വർദ്ധിക്കും എന്നുള്ളത്. 2, അവർക്കൊരു എക്സ്പോസർ കിട്ടും. പക്ഷേ വിശാലമായ ഒരു അന്തരീക്ഷത്തിൽ ആ കുട്ടികൾക്ക് പഠിക്കാനും ജീവിക്കാനും പറ്റും, മനോവികാസം ഉണ്ടാകും. ഈ 2 പ്രധാന കാര്യങ്ങളാണ് പേരൻസ് കണക്കിലെടുക്കുന്നത് ഈ കുട്ടികളെ പുറത്തയക്കാനായിട്ട്. ആധുനിക വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പ്രാധാന്യം നൽകി കാണുന്ന ഒന്നാണ് വ്യക്തിത്വ വികസനം. ഈ പ്രക്രിയയിലൂടെ ഒരു ഉദ്യോഗാർത്ഥിയെ കൂടുതൽ റിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നു. തീർച്ചയായും ഇവർക്ക് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും ഭംഗിയായി സംസാരിക്കുന്നതിനും ലീഡർഷിപ്പ് ക്വാളിറ്റിയും അതുപോലെ തീരുമാനമെടുക്കാനുള്ള കഴിവുമൊക്കെ ഈ വ്യക്തിത്വ വികസനം വഴി സാധ്യമാകുന്നു. ഇനിയുള്ള ലോകത്ത് ഇത്തരം കടഞ്ഞെടുത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ ജീവിത സമരത്തിൽ വിജയിക്കാനാകൂ. ഡോക്ടർ GPC നായർ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ആർജിച്ച വ്യക്തിത്വം അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്ന് ഒരുപാട് അംഗീകാരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. അവാർഡുകൾ ഇദ്ദേഹത്തെ കൂടുതൽ കർമ്മനിരതനാക്കുമ്പോൾ കേരളത്തിൻ്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടാൻ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സാധ്യമാകുമെങ്കിൽ താൻ അതിൽ ചരിതാർത്ഥനാണെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടല്ലോ, അതിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന അവാർഡുകൾ ഏതൊക്കെയാണ്? ഉണ്ട്. അവാർഡ് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവാർഡുകൾ കിട്ടിയത്. അത് ഞങ്ങളുടെ MBA പ്രോഗ്രാം ഉണ്ട്. MBA 120 സീറ്റോടെ MBA പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും ഈ PGDM-ൻ്റെ ക്വാളിറ്റിയോട് ഏതാണ്ട് തുല്യമാണ്. അതിൻ്റെ കാരണം ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾ SCMS-ലെ ഡിഗ്രിയാണ് കൊണ്ടുപോകുന്നത്. SCMS-ൻ്റെ ഡിഗ്രി ആയാലും ഡിപ്ലോമ ആയാലും SCMS എന്നുള്ള ബ്രാൻഡ് നെയിമിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു ക്വാളിറ്റി ലെവൽ ഇല്ലാത്തതായി കഴിഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ സിലബസിനപ്പുറമായിട്ട് ഈ PG ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെയും പഠിപ്പിക്കും.
പഠിപ്പിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് അവർക്ക് പരീക്ഷ നടത്തും. അതിലവർ വിജയിച്ചാൽ മാത്രമേ മറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഇരിക്കാൻ അനുവദിക്കുള്ളൂ. ഒരു ക്വാളിറ്റി അഷുറൻസ് ആണ് അത് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ വിദേശത്തു നിന്ന് ഒരുപാട് ഫാക്കൽറ്റി, ഞങ്ങൾക്ക് 9 യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ഉണ്ട്. എല്ലാ കൊല്ലം അവിടുന്ന് ഫാക്കൽറ്റി വരും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മുടെ ഗ്ലോബൽ വില്ലേജായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ ഭാഗത്തും നടക്കുന്നതുമായ വ്യവസായ വാണിജ്യപരമായ കാര്യങ്ങളെ പറ്റിയും ഒരു വിവരം ഉണ്ടാകണം. ഒരു ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഫാക്കൽറ്റിയെ കൊണ്ട്. ഇതൊക്കെ വളരെ ചിലവുള്ള കാര്യങ്ങളാണ്, അതെല്ലാവരും ചെയ്യില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും കുട്ടികളുടെ ഫാക്കൽറ്റി വികസനത്തിലും, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ഇല്ലാത്തവരാണ്. ഈ അച്ഛനും അമ്മയും കുട്ടികളെ ലാളിച്ച് പാമ്പർ ചെയ്ത് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അവസരം കൊടുക്കാതെ അവരെ സത്യത്തിൽ ഉപയോഗശൂന്യമാക്കിയാണ് വളർത്തുന്നത്. സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാനോ സ്വന്തമായിട്ട് മറ്റുള്ള കുട്ടികളോട് പോയി കളിച്ച് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ ഒന്നും അവസരം കൊടുക്കില്ല പേരൻസ്. അത്ര പ്രൊട്ടക്റ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. കാരണം 1-2 കുട്ടികളെ കാണുള്ളൂ. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ട് 6, 7, 8 കുട്ടികളുണ്ടാകുമായിരുന്നു. അന്ന് ഒരാൾ പോയാലും പ്രശ്നമൊന്നുമില്ല. ഇതല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആത്മവിശ്വാസമില്ലാത്ത കുട്ടികൾ ബിസിനസ് മാനേജ്മെൻറ്റ് വിജയിക്കാനൊക്കത്തില്ല. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ എക്സ്പെർട്സിനെ കൊണ്ടുവന്നിട്ട് അത് ആത്മവിശ്വാസം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്യും. തീരുമാനമെടുക്കേണ്ട കഴിവുണ്ടാക്കും. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്ത് എന്താണ് യുക്തമായ തീരുമാനം എന്ന് അറിയാനും അതനുസരിച്ച് തീരുമാനം എടുക്കാനുമുള്ള കഴിവുണ്ടാക്കാനും ഒക്കെ ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ഇത് ഇന്നൊവേഷൻ്റെ കാലമാണ്. ലോകത്തെവിടെയും വികസനം സാധ്യമാക്കിയത് ആധുനിക വിദ്യാഭ്യാസ സംസ്കാരമാണ്. ഇവിടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ വിദ്യാഭ്യാസത്തിന് ഇന്ന് പരിമിതികൾ വളരെയാണ്. കേവലം ക്ലറിക്കൽ ജോബിനപ്പുറം ഇത്തരം ഉദ്യോഗാർത്ഥിക്ക് ഒരു പ്രവർത്തന മേഖല കണ്ടെത്താനാവില്ല. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയിൽ ഊന്നിയ വിദ്യാഭ്യാസം നാടിൻ്റെ പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നു. ഇതിനാവശ്യമായ എല്ലാ നൂതന സംവിധാനങ്ങളും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല ആവിഷ്കരിച്ച് നടപ്പിലാക്കണം എന്ന യാഥാർത്ഥ്യബോധത്തോടെ മികച്ച കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും ഒക്കെ ഒരുക്കിയെടുക്കാൻ ഇദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഏതെല്ലാം രീതിയിൽ നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടികൾ വെറും മാനേജ്മെൻറ്റ് എക്സ്പെർട്ട് മാത്രമല്ല, സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥ വികസിപ്പിച്ചെടുത്ത മനുഷ്യരായിട്ട് വളർത്തി പുറത്തേക്ക് വിടുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ ഈ മാനേജ്മെൻറ്റ് വിഷയങ്ങൾ അല്ലാതെ തന്നെ പല വിഷയങ്ങളും പഠിപ്പിക്കും. എത്തിക്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, സിവിക് സെൻസ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്ക് ഇപ്പോൾ അതൊന്നുമില്ല. പണ്ട് സ്കൂളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അതെല്ലാം പഠിപ്പിക്കും. ഞങ്ങൾ വെച്ചാൽ നല്ല സിറ്റിസൺ, ഉത്തമ പൗരൻ എന്നുള്ള കൺസെപ്റ്റാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ആ ഉത്തമ പൗരൻ എന്നുള്ള നിലയ്ക്കാണ് ആ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ നല്ല പൗരന്മാരായിട്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു യുവാക്കളുടെ നിരയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ. തൊഴിലിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയുന്നവർക്ക് സ്വന്തം നാടിൻ്റെ വികസനത്തിൽ ക്രിയാത്മകമായ പങ്കാളിത്തം ലഭിക്കും. തീർച്ചയായും കമ്മിറ്റ്മെൻറ്റ്സ് അത്യാവശ്യമാണ് ഓരോ ഉദ്യോഗാർത്ഥിക്കും. തികഞ്ഞ ഉത്തരവാദിത്വം എല്ലാ കാര്യത്തിലും പുലർത്തുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. അച്ചടക്കം അനിവാര്യമാണെന്ന് ഇദ്ദേഹം തറപ്പിച്ചു പറയുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ ഭാവി ശോഭനമാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. സാറിന് ഒത്തിരി തിരക്കാണല്ലോ, ഈ തിരക്കുകളെയൊക്കെ സാർ എങ്ങനെ അതിജീവിക്കുന്നു? എനിക്ക് പ്രധാനമായിട്ട് 2 ഹോബികളാണുള്ളത്. ഒന്ന് സിനിമ കാണുക, അത് തിയേറ്ററിൽ പോയി കാണാറില്ല, CD വരുമ്പം വീട്ടിൽ വെച്ച് കാണുകയാണ്. പിന്നെ പാട്ട് ഞാൻ എൻ്റെ കാറിലൊക്കെ എല്ലാ സംവിധാനങ്ങളും മ്യൂസിക് സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട്. സിനിമ കാണാനും സൗകര്യമുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ യാത്രയാണ്. എക്സ്റ്റെൻസീവായിട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ട്. ഒരാണ്ടിലൊരു 4-5-6 പ്രാവശ്യമെങ്കിലും ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകും. ഇന്ത്യയിൽ തന്നെയും പല സംസ്ഥാനങ്ങളിലും പോകും. ഞാൻ യാത്ര ഒരുപാട് ചെയ്യാറുണ്ട്. ഇത് ആണ് പ്രധാനമായിട്ട് ഈ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്. വെളിച്ചമേ നയിച്ചാലും എൻ വിജയപാതയിൽ വഴിവിളക്കെന്ന പോൽ. അതെ, ഡോക്ടർ GPC നായർ കാലത്തിന് മുന്നിൽ കൊളുത്തിവെച്ച ഒരു വഴിവിളക്കാണ്.
ഇദ്ദേഹത്തെ അനുഗമിക്കാൻ തയ്യാറായി എത്രയെങ്കിലും പേർ ഇവിടെയുണ്ട്. വിജയത്തിൻ്റെ കൂടാരത്തിലേക്ക് ഇവരെ നയിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇവരുടെ തെളിഞ്ഞ മുഖത്ത് പ്രകടമാണ്.